Hey everyone, I'm Aisha. Welcome to the Prague Adventure Vlog. Prague is a city where every corner looks like a postcard and every cobblestone is secretly trying to trip you. So yeah, just buckle up and let's dive into a magical city where beer is cheaper than water and Charles Bridge has more selfie sticks than people. So let's go. പ്രാഗ് കാണാന്നുള്ളൊരു പ്ലാൻ വന്നത് നമുക്കിപ്പോ സെം ബ്രേക്ക് ആണ്. സോ എന്ത് പ്ലാൻ ചെയ്യുന്നുള്ളപ്പാണ് ചീപ്പസ്റ്റ് ആയിട്ട് നമുക്ക് എവിടെ പോകാൻ പറ്റും പ്രാഗ്. പ്രാഗിലേക്ക് ഫ്ലിക്സ് ബസ് ബുക്ക് ചെയ്യാൻ ഞങ്ങൾക്ക് ആകെ €30 മാത്രമേ ആയിട്ടുള്ളൂ. അപ്പോൾ പ്രാഗ് ഫ്ലോറൻസ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞങ്ങൾ ഇറങ്ങിയത്. അപ്പോൾ അവിടെ എത്തിയ ഉടനെ ഫസ്റ്റ് ചെയ്തത് ഞങ്ങൾ ലഗേജ് ഒക്കെ സേഫ് ആയിട്ട് വെക്കുക എന്നുള്ളതാണ്. കാരണം യൂറോപ്പിൽ 3 o'clock മാത്രമേ ഹോട്ടൽസിൽ ചെക്ക് ഇൻ അവൈലബിൾ ആയിട്ടുള്ളൂ. സോ ഞങ്ങൾ എത്തിയത് 7 o'clock. അപ്പോൾ അത്രയും നേരം സിറ്റി ടൂർ എക്സ്പീരിയൻസ് ചെയ്യാമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് അടുത്ത് തന്നെയുള്ള ഒരു ലഗേജ് സ്റ്റോർ ചെയ്യുന്ന സ്ഥലത്ത് ഞങ്ങൾ ലഗേജ് വെച്ചിരുന്നു. അതിനാകെ 80 krona മാത്രമേ ആയിട്ടുള്ളൂ. ഇവിടുത്തെ ഒഫീഷ്യൽ കറൻസി എന്ന് പറയുന്നത് ചെക്ക് ക്രോണയാണ്. ഒഫീഷ്യൽ ലാംഗ്വേജ് എന്ന് പറയുന്നത് ചെക്കാണ്. അപ്പോൾ പ്രാഗിലെ ഓൾഡ് ടൗൺ വഴി നമ്മൾ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടുത്തെ ഒരു മതിലെ ആസ്ട്രോണോമിക്കൽ ക്ലോക്ക് കണ്ടത്. ഇത് 2ാം ലോക മഹായുദ്ധത്തിലെ നാസികൾ തീയിട്ടിട്ടുണ്ടായിരുന്നു, പിന്നെ ഇത് പുനഃസ്ഥാപിച്ചതാണ്. സോ അപ്പോഴാണ് എനിക്കും എൻ്റെ ഫ്രണ്ട് ഉണ്ട് കൃഷ്ണപ്രിയക്കും ആസ്ട്രോളജിയും ആസ്ട്രോണോമിക്കൽ ക്ലോക്കും തമ്മിൽ ഒരു ഭയങ്കര ക്ലാഷ് ഉണ്ടായത്. സോ ഇത് ആസ്ട്രോണോമിക്കൽ ക്ലോക്കാണ്, ജ്യോതിഷം ആയിട്ട് ഇതിന് ബന്ധമില്ല. ഇതിൽ സമയം കാണിക്കുന്നതിനോടൊപ്പം തന്നെ ചന്ദ്രൻ്റെയും സൂര്യൻ്റെയും സ്ഥാനവും കൂടി ഇതിൽ കാണിക്കുന്നുണ്ട്. ഈ ക്ലോക്കിൻ്റെ മുകളിലായിട്ടൊരു വിൻഡോ ഉണ്ട്. അത് ഓപ്പൺ ആയിട്ട് ഓരോ മണിക്കൂറിലും 12 അപ്പോസ്റ്റലുകൾ പുറത്തേക്ക് വരുന്നതാണ്. ഈ ഓൾഡ് ടൗൺ എക്സ്പീരിയൻസ് നല്ല ഉണ്ടായിരുന്നു, കാരണം കുറേ കുട്ടി ഷോപ്സ് ഉണ്ടായിരുന്നു. I really want to buy this for my friend Kunju because she always look like this. Halal chocolates. They are selling halal chocolates without കഞ്ചാവല്ല ഹലാൽ. ഹലാൽ എന്ന് പറഞ്ഞാല് മീറ്റ് ഇല്ലേ, മീറ്റ്. കഞ്ചാവ്. കൃഷ്ണപ്രിയക്ക് ഭയങ്കരമായ ഡൗട്ട്, കഞ്ചാവില്ലാത്തതിനെയാണോ ഹലാൽ എന്ന് പറയുന്നത്. സോ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോൾ ഞാൻ തന്നെ ഫുൾ ബ്ലാങ്ക് ആയിപ്പോയി. ആക്ച്വലി ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാൽ ആ ചോക്ലേറ്റ് ഉണ്ടാക്കാൻ ഉപയോഗിച്ച കൊഴുപ്പ് ഹലാലാണെന്നാണ്. കഞ്ചാവുള്ള ചോക്ലേറ്റ് ഓൾറെഡി ഹറാമാണല്ലോ, അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കണ്ടല്ലോ. പക്ഷേ കൃഷ്ണപ്രിയക്ക് ഭയങ്കര ഡൗട്ട് ഉണ്ടായി അതിൻ്റെ പേരിൽ. എല്ലാ പ്ലേസിലും പോയാലും ഫസ്റ്റ് ചെയ്യുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഒരു സുവനീർ വാങ്ങുക എന്നുള്ളതാണ്. അതിൽ കുറച്ച് നന്നായിട്ട് ശ്രദ്ധിക്കാറുണ്ട് എന്ത് വാങ്ങിക്കണം എന്നുള്ളത്. ഇവിടെ മെയിനായിട്ട് ട്രൈ ചെയ്യേണ്ടത് ഓൾഡ് ചെക്ക് ചിമ്മിനി കേക്കാണ്. മസ്റ്റ് ട്രൈ ആണ്. എനിക്ക് അത്രയും ഇഷ്ടപ്പെട്ടു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, സോ യമ്മി. ഓരോ പ്ലേസിൽ പോയിട്ട് അവരുടെ ഫുഡ് ട്രൈ ചെയ്യുമ്പം എല്ലാം ഓവർ റേറ്റഡ് ആണെന്ന് എനിക്ക് തോന്നലുണ്ട്. പക്ഷേ ഇവിടെ വന്നിട്ട് ചിമ്മിനി കേക്ക് ട്രൈ ചെയ്തിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതിനെ പ്രാഗിൽ പറയുന്നത് ടർട്ടിൽ നെക്ക് എന്നാണ്. ഇത് ഭയങ്കര ക്രിസ്പി ആണ്, പക്ഷേ കാരമലൈസ്ഡ് ആൻഡ് ഉള്ളിൽ സോഫ്റ്റ് ആൻഡ് ഫ്ലഫിയാണ്. സോ ഭയങ്കര യമ്മിയാണ്. നമുക്കിത് ഇതിൻ്റെ ഐസ്ക്രീം ഭയങ്കര ഒരു ക്വാളിറ്റി നമുക്ക് തോന്നുന്നുണ്ട്. ആരെന്ന് പറഞ്ഞ Oh my god, okay. ഞാനിപ്പോൾ ഉള്ളത് ചാൾസ് ബ്രിഡ്ജിന്റെ മുമ്പിലാണ്. ഇത് പ്രാഗിലെ വൺ ഓഫ് ദ മോസ്റ്റ് പോപ്പുലർ ബ്രിഡ്ജാണ്, ഓൾഡ് ബ്രിഡ്ജാണ്. എന്നെ സഹായിക്കാൻ വേണ്ടി കൃഷ്ണപ്രിയ ഉള്ളത് കൊണ്ട് തന്നെ കുറെ കാര്യങ്ങൾ എനിക്ക് ഈസിയാണ്. ആൻഡ് ഇത് ലൈൻ ചെയ്തിട്ടുള്ള ഇവിടെ കുറെ സ്റ്റാച്യൂസ് കാണുന്നത് കുറെ സെയിൻസിന്റെ സ്റ്റാച്യൂസ് ആണ്. ആൻഡ് ഇവിടെ കുറെ പെർഫോമൻസ് നടക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ഭയങ്കര റഷ് ആയിരിക്കും. ലൈക്ക് കാണുന്നുണ്ടല്ലോ നിങ്ങൾ, ഭയങ്കര റഷ് ആയിട്ട്. സോ യാ, ഇവിടെ ബോട്ടിങ്, എവിടെയും ബോട്ടിങ് ഉണ്ടാവാറുണ്ട്. കണ്ടോ,
ഇത് കൺസ്ട്രക്ട് ചെയ്തത് ചാൾസ് ദ ഫോർത്ത്. അത് ഞാൻ പറഞ്ഞോ? ഓക്കെ ഫൈൻ. ഇത്ര അവൈലബിലിറ്റി ഓഫ് ഇൻഫർമേഷൻസേ ഉള്ളൂ, അതുകൊണ്ട് ഇത് കണക്ട് ചെയ്യുന്നത് വേറൊരു ബ്രിഡ്ജിലേക്ക്, ഈ ഓൾഡ് ടൗണിനെ കണക്ട് ചെയ്യുന്ന ഒരു ബ്രിഡ്ജാണ്. ഓക്കെ, ഇങ്ങനെയാ. ഓക്കെ, ഫുൾ വീഡിയോ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ആ സത്യം മനസ്സിലാക്കിയത്, ഞാൻ മൈക്ക് ഓണാക്കിയിട്ടില്ല. സോ ഈ ഒരു പക്ഷിനെ കണ്ടിട്ട് നമ്മുടെ കൃഷ്ണപ്രിയൻ്റെ ഡൗട്ടാണ് ഇതാണോ ഡോഡോ പക്ഷി എന്നുള്ളത്. പക്ഷെ ഇത് ഡോഡോ പക്ഷിയല്ല, ഡോഡോ പക്ഷിയല്ല, വംശനാശം സംഭവിച്ചു. ഇത് വേറെ ഏതോ ഒരു പക്ഷിയാണ്, പക്ഷെ ലുക്ക് ലൈക്ക് ഡോഡോ ആണെന്ന് തോന്നുന്നു. അപ്പം മൈക്ക് ഓണാക്കാത്തത് കൊണ്ട് തന്നെ എനിക്കിതിനെല്ലാം വോയിസ് ഓവർ ഇടേണ്ടി വരും. അപ്പം നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്തത് തന്നെ ഡാൻസിങ് ഹൗസ് കണ്ടു, ഓൾഡ് ടൗണിലോട്ട് നടന്നു, ആസ്ട്രോണോമിക്കൽ ക്ലോക്ക് കണ്ടു, ചിമ്മിനി കേക്ക് എക്സ്പീരിയൻസ് ചെയ്തു. സോ അതിനെല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മൾ കാണാൻ പോകുന്നത് പ്രാഗ് കാസിലാണ്. അപ്പോഴാണ് നമുക്ക് വഴി തെറ്റിയെന്ന് മനസ്സിലായത്. നെക്സ്റ്റ് സ്റ്റോപ്പിൽ ഇറങ്ങണം. മൈക്ക് ഓണാക്കാത്തത് കൊണ്ട് തന്നെ അതിൻ്റെ ഒന്നും വോയിസ് ക്ലിപ്പ് ഇല്ല. പക്ഷേ കൃഷ്ണപ്രിയ ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് നമ്മൾ എങ്ങനെയാണ് പോകുന്നതെന്നൊക്കെ. അപ്പോഴാണ് നമ്മൾ വഴി തെറ്റിയെന്ന് മനസ്സിലാക്കിയത്. സോ അടുത്ത സ്റ്റേഷനിൽ നമുക്ക് ഇറങ്ങണം. ഗൂഗിൾ മാപ്പ് വെച്ച് നോക്കി പോയാലും ചിലപ്പം വഴി തെറ്റാൻ നല്ല ചാൻസ് ഉണ്ട്. പിന്നെ പ്രാഗിൽ ട്രാമാണ് നമുക്ക് കൂടുതൽ ഉപയോഗിക്കേണ്ടത്. അങ്ങനെ ട്രെയിൻ ഉപയോഗിക്കേണ്ടി വരുന്നില്ല. എല്ലാം ആ ടൗണിൽ തന്നെയാണ്, ആ സിറ്റീസ് തന്നെയാണ് എല്ലാ കാണേണ്ട വ്യൂസും ഉള്ളത്. സോ ട്രെയിൻ ഉപയോഗിക്കുമ്പോൾ ആണ് കുറച്ചും കൂടി ഹാർഡ് എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് യൂറോപ്പിൽ. കാരണം ടൈം മാറും, ചിലത് ഭയങ്കര ലേറ്റ് ആയിട്ട് 1 hour ഒക്കെ ലേറ്റ് ആയിട്ടായിരിക്കും ട്രെയിൻ എത്തുന്നത്. പ്രാഗ് കാസലിൻ്റെ ഒരു പെർഫോമൻസ് ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളിങ്ങനെ നടന്നു വരുമ്പോൾ പ്രാഗ് കാസലിലേക്ക് നടക്കായിരുന്നു. അപ്പോൾ കുറച്ച് UK സിറ്റിസൺ ആണെന്ന് തോന്നുന്നു, ഇന്ത്യൻസ് ആണ്, പക്ഷേ US ആണ്. ഓക്കെ, അപ്പോൾ ലൈക്ക് അവർ നമ്മളെ ഭയങ്കരമായിട്ട് ആക്സെന്റിൽ നമുക്ക് മനസ്സിലാവുന്നുണ്ടായിട്ടില്ല അവർ പറയുന്നത്. അപ്പം ലൈക്ക് ദാറ്റ്, യാ. സോ അത് നമുക്കൊന്ന് ട്രൈ ചെയ്യാം. ഓക്കെ, ഡു യു ലൈക്ക് പൊട്ടാറ്റോ ടൊർണാഡോ? Like you're not using the accent, I think. It's not gonna be a good thing for me, like yeah. You like your Indian accent? Why you like your Indian accent, girl? It's not about the like thing, you know. We are rotating. It's not about the like thing. It's coming like that, you know. I'm not even trained for an accent like that, so still, yeah, I can only use like that kind of accents. Do you like like? Yeah, I like potato, tornado, and it's also called spring potato, twisted potato. Oh my God. Yeah, that's good. Like I like French fries more than potato. I like the tangy flavor. Oh, you like the tangy flavor? Yeah. So you're saying that the potato. So now let's make our way up to Prague Castle, a UNESCO World Heritage Site and one of the largest ancient castles in the world. This complex has been home to Czech kings, emperors and presidents for over thousands of years. Inside you will find St. Regis Cathedral and towering Gothic spires and stunning stained glass windows. Be sure to visit Old Royal Palace and the Golden Lane, a street filled with colorful houses and a unique vibe. സോ ഗോൾഡൻ ലെയിൻ കാണുന്നത് എനിക്ക് ഭയങ്കര എൻ്റെ ഒരു ബക്കറ്റ് ലിസ്റ്റ് ആയിരുന്നു. പക്ഷേ പ്രാഗ് കാസലിൽ എത്തിയപ്പോൾ ഞാൻ മറന്നുപോയി ആ പ്ലേസ് കാണാൻ വേണ്ടി. സോ ഞാൻ അതിൻ്റെ ഒരു ഫോട്ടോ കൊടുക്കാം. നിങ്ങൾ പ്രാഗിൽ പോകുന്നുണ്ടെങ്കിൽ മിസ് ചെയ്യരുത് ഈ സ്പോട്ട്. പ്രാഗ് കാസലിന് 2 minutes ഈ സ്പോട്ടിലേക്കുള്ളൂ. ഇവിടെ പ്രാഗ് കാസലിൻ്റെ ഫ്രണ്ടിൽ ഇവിടെ ഒരു ഉച്ച സമയത്ത് ഗാർഡ്സ് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. അതൊരു സെറിമണി പോലെയാണ് നടക്കുക. അതും ഞങ്ങൾ മിസ്സാക്കി. സോ നെവർ മിസ് ദാറ്റ്. പിന്നെ ഈ ഗേറ്റിൽ നിന്ന് കാണാൻ പറ്റിയ ഒരു വ്യൂ ആണ് പാട്രിൻ ടവർ. ഇത് ഉള്ളത് പാട്രിൻ ഹിൽസിലാണ്. ഇത് ഐഫിൽ ടവറിൻ്റെ ഒരു മിനി വേർഷനാണ്. രാവിലെ 7 മണി തൊട്ട് 4 മണി വരെ സിറ്റി ഫുൾ കവർ ചെയ്യായിരുന്നു. അങ്ങനെ അവസാനം റൂം കണ്ടുപിടിച്ചു. നമ്മളിവിടെ എയർബിഎൻബിയിൽ ബുക്ക് ചെയ്തത് ഒരു ഹോൾ റെസ്റ്റോറൻറ്റ് ഒരു ഹോൾ അപ്പാർട്ട്മെൻ്റ് ആണ്. അത് കാണിച്ചു തരാം. ഇതാണ് കിച്ചൺ. ഇതാണ് കൃഷ്ണപ്രിയ. ഷീസ് ടോക്കിംഗ് വിത്ത് ഹർ ഫ്രണ്ട്സ്.
നമ്മൾ സ്റ്റുഡൻസ് ആയതുകൊണ്ട് തന്നെ നമുക്കൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ട്രിപ്പ് മാത്രമേ പ്ലാൻ ചെയ്യാൻ പറ്റൂ ഇപ്പോൾ. അപ്പോൾ ഇത് ഓൾറെഡി ഒരാൾ യൂസ് ചെയ്യുന്ന അപ്പാർട്ട്മെൻ്റ് ആണ്. ഇത് നമ്മളുടെ ശരി, അത് ഞങ്ങളിപ്പോൾ കടന്നു വെച്ചാലുള്ളൂ, അതുകൊണ്ടാണ് ക്ലീൻ അല്ലാത്തത്. ക്ലീൻ ചെയ്ത് വെക്കാം. നമ്മൾ കോളേജിലുള്ള കുട്ടികളോട് സംസാരിക്കുന്നത് നമ്മൾ. ഇതാണ് ശരത്തേട്ടൻ, അതാണ് തോമസ്. വ്ളോഗിൽ വരാൻ എല്ലാവർക്കും മാസ്റ്റേഴ്സ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും നല്ല ഏജ് ഉണ്ട്. പോകുന്നത് കൃഷ്ണപ്രിയാണ്. നമ്മൾ ഒരു ഇന്ത്യൻ റെസ്റ്റോറന്റിൽ ഫുഡ് കഴിക്കാൻ പോവുകയാണ്. നമുക്ക് കൃഷ്ണപ്രിയോട് ചോദിച്ചു നോക്കാം നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്. കൃഷ്ണപ്രിയ, താങ്കൾ പറയൂ. ആക്ച്വലി എനിക്കും അറിയില്ല. നമ്മളിങ്ങനെ കുറെ സെർച്ച് ചെയ്ത് റിവ്യൂ ഒക്കെ നോക്കി കഴിഞ്ഞപ്പോൾ നമ്മളൊരു ഇന്ത്യൻ റെസ്റ്റോറന്റ് R&R കണ്ടു. R&R. അപ്പൊ അത് നമുക്ക് 4.8 സ്റ്റാർ ഒക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും പോയി നോക്കാം. ഓക്കെ, നമ്മുടെ സംസം എന്റെ കളർ നോക്കൂ ജാക്കറ്റിന്റെ. ഇതിന്റെ ഓണർ ആരാണെന്നറിയുമെങ്കിൽ കമന്റ് ചെയ്യൂ. കുട്ടിക്ക് നന്നായി ചേരുന്നുണ്ട്. കൃഷ്ണപ്രിയ, താങ്കൾക്ക് ഈ ആംബിയൻസ് ഇഷ്ടമായോ? എന്താ ഇപ്പൊ പറയാൻ പറ്റില്ല. അത് ആക്ച്വലി ഒരു ഇന്ത്യൻ റെസ്റ്റോറന്റിന്റെ ഒരു ആംബിയൻസ് ഒന്നും അല്ല. പക്ഷെ ഭയങ്കര പ്രൊഫഷണലായിട്ട് അവർ ട്രീറ്റ് ചെയ്യുന്നുണ്ട്. ട്രാവലായതുകൊണ്ട് ഇനിയിപ്പോ ഫുഡ് എന്താവുമെന്ന് നമുക്ക് കണ്ടറിയാം. കാത്തിരുന്ന sure, thank you. He's so professional. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഓർഡർ ചെയ്തത്. വളരെ ലഘുകരമായി കഴിക്കാന്നാണ് ഇപ്പം വിചാരിക്കുന്നത്. 4 ഞാനാണ് ഈ എൻ്റെ മുമ്പിലിരിക്കുന്ന 4 നൂഡിൽസ്. അതിനു മുമ്പ് 2 തന്തൂരി റൊട്ടി. എങ്ങോട്ട് ഇതെല്ലാം പോകുന്നത്? ശരിയാ. സംഭവം എന്താ വെച്ച് കഴിഞ്ഞാല് ഓർഡർ ചെയ്ത് പോയി, ഇത് കഴിക്കാതെ നിവൃത്തിയില്ല. പക്ഷെ എനിക്ക് അങ്ങനെ കഴിക്കാൻ പറ്റൂല. ഇത് വൺ സീൻ. ഇവിടെ ശരത്തേട്ടന് പലതും ട്രൈ ചെയ്യണമെന്നുള്ളത് കൊണ്ട് നമ്മളിങ്ങനെ സുവനിയേഴ്സ് ഷോപ്പിലെല്ലാം വന്ന് നോക്കുകയാണ്. ഇവിടെ എന്തൊക്കെ കിട്ടും, എന്തൊക്കെ ട്രൈ ചെയ്യാൻ പറ്റും. ഇന്നത്തെ ഹോൾ ഡേ മൈക്ക് ഉണ്ടെങ്കിൽ കേൾക്കൂ. സോ ഇന്നത്തെ ഹോൾ ഡേ റേറ്റ് ചെയ്യൂ. ലൈക്ക് എന്താണ് ഇഷ്ടപ്പെട്ടത്? എനിക്കിന്ന് കുറച്ച് അധികം എനർജി ഉണ്ട്. എനിക്കിന്ന് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് എന്ന് പറയുന്നത് പാട്ട് എന്ന് പറയുന്നത് പ്രാഗ്യാസിൽ കാണാൻ വേണ്ടി നമ്മള് മെട്രോ അല്ലേ ട്രാം പിടിച്ച സീക്വൻസ് ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടമായത്. ഓക്കെ, ഇന്ന് നമ്മള് ട്രാം പിടിച്ചപ്പോ കുറച്ച് കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു. എങ്ങനെയാ കേറേണ്ടത് നമുക്ക് മനസ്സിലായിട്ടുണ്ടായിട്ടില്ല. ഭയങ്കര ഫണ്ണായിരുന്നു. അതുകൊണ്ട് വഴി തെറ്റിയതുകൊണ്ട് നമ്മളിങ്ങനെ തെറ്റി പഠിക്കാന്ന് അറിയില്ലേ, അങ്ങനത്തെ ഒരു ചോദിച്ചു പോവാ. നമ്മൾ പിന്നെയും തിരിച്ച് റൂമിലേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മള് ഉറങ്ങാൻ പോകും. നമ്മള് ഏകദേശം എല്ലാം കവർ ചെയ്ത്. ഹൗ വാസ് ദി ട്രിപ്പ്? കൃഷ്ണപ്രിയക്ക് എന്താണ് പറയാനുള്ളത് ഇന്നത്തെ ട്രിപ്പിനെ കുറിച്ച്? ആക്ച്വലി നമുക്ക് കുറെ പ്ലാൻസ് ഉണ്ടായിരുന്നു, കുറെ ഒന്നും നടന്നില്ല. നാളത്തേക്ക് വെച്ചിട്ടുണ്ട്. നാളെ നടന്നാൽ മതി. 3 മണി തീർക്കണം. നാളെ കൂടി ഞങ്ങൾ ട്രൈ ചെയ്യുന്നതായിരിക്കും. ഇതൊരു രാവിലെ ഡേ എങ്ങനെ നാളെ അവസാനിക്കുകയാണ്. അതെ. ആർ യു ഹാപ്പി? അതൊക്കെ കരണ്ട് പോയി. വി മേടിട്ട് പറഞ്ഞോടെ തന്നെ കരണ്ട്. എന്തിനാ ഒച്ച ഉണ്ടാക്കിയില്ല, സെൻസർ ചെയ്ത് വെച്ചാൽ അവര്. ഇത് കൃഷ്ണപ്രിയയുടെ ജാക്കറ്റാണ്, അതുകൊണ്ട് ആരും എന്നെ ഇതെല്ലാം ഇവരുടെ ഒരിതാണ്. എന്റെ കവർ നോക്കൂ, എന്റെ പുതിയ കവറാണ്. നെവർ സ്റ്റോപ്പ് എക്സ്പ്ലോർ. അങ്ങനെ നാളെ നമ്മളെ പ്ലാൻ എന്ന് പറഞ്ഞാല് ആ മറ്റേ മുനിസിപ്പൽ ലൈബ്രറി, അതൊരു ഭയങ്കര മെയിൻ അട്രാക്ഷൻ ആണ്. പിന്നെ പ്രാഗിലെ കാസലിൽ ഒരു പ്രോഗ്രാം ഉണ്ട്, പക്ഷെ അത് നമ്മള് പരേഡ് ഉണ്ട്, അത് നമ്മൾ മിസ് ചെയ്തു. കറക്റ്റ് 12 o'clock നടക്കുന്ന പരേഡാണ്. അത് കാസലിൽ പോകുന്നുള്ളത് അത്ര എളുപ്പമുള്ള പരിപാടിയില്ല.
അതുകൊണ്ട് തന്നെ നമ്മൾ ആ പരിപാടി ക്യാൻസൽ ചെയ്തിരിക്കുകയാണ്. അതെ. സോ ഇന്നത്തെ ദിവസം അവസാനിച്ചു. നാളെ കാണാം. ഓക്കെ. അപ്പൊ പ്രാഗിനോട് അല്ല, റൂമിനോട് ആദ്യം വിട പറയുകയാണ്. ഇതാണ് ഇന്നത്തെ എന്റെ ഔട്ട്ഫിറ്റ്. കൃഷ്ണപ്രിയ ഇവിടെ വാ. ഓക്കെ, ഔട്ട്ഫിറ്റ്. ഇനിയിപ്പോ കൃഷ്ണപ്രിയ വരുന്നുണ്ട്, ഓൾ ഔട്ട്ഫിറ്റ് കാണിച്ചു തരാം. വേഗം വാ, വേഗം വാ. നമ്മൾ സെയിം ബട്ട് ഡിഫറെന്റ് അങ്ങനെ പോലെയാണ് ഉള്ളത്. ഓക്കെ, ലെറ്റ്സ് ഗോ. അപ്പോൾ നമ്മൾ കീ അതിലേക്ക് ഇടാൻ പോവുകയാണ്. ചെക്ക്ഔട്ട് ചെയ്യാൻ. ബാക്ക് ടു റിയാലിറ്റി ആവാൻ പോയെന്ന്. ഓക്കെ, നമ്മൾ മുനിസിപ്പൽ ലൈബ്രറിയിലേക്ക് പോകാനായിട്ട് വരുന്നത്. പക്ഷെ മൺഡേ വരുന്നവർ ശ്രദ്ധിക്കുക, അത് ക്ലോസ്ഡ് ആണ് അല്ലേ? അങ്ങനല്ലേ നോക്കിയത് നെറ്റില്? 1 o'clock ഓപ്പൺ ആവുന്നത്, ക്ലോസ്ഡ് അല്ല. ഓക്കെ, മൺഡേ ആൻഡ് സാറ്റർഡേ 1 to 6 ആണ്. 9 to 6. ഓക്കെ. അത് ഞാൻ സൈഡിൽ ഫോട്ടോ കൊടുക്കാം. എന്താന്ന്, പബ്ലിക് അല്ല മുനിസിപ്പൽ ലൈബ്രറി. നല്ല രസമാണ്, കുറേ ബുക്സ് എല്ലാം ഇങ്ങനെ സ്റ്റാക്ക് ചെയ്ത് വെച്ചിട്ട്. മസ്റ്റ് വിസിറ്റ് ആയിരുന്നു, പക്ഷേ നടന്നില്ല ഗൈസ്. യെസ്. അപ്പം ഇന്നത്തെ പ്രയാണം തുടങ്ങും. അയ്യാ, നമ്മൾ KFC തപ്പി പോവുകയാണ്. ഇവിടെ നല്ല വെയിലാണ്, പക്ഷെ നല്ല തന്നെ. കുറെ നാളായി സൂര്യനെ കണ്ടിട്ട്. ഇഷ്ടമായോ? അതാ KFC. ഓക്കെ, ഇവിടുത്തെ KFC ബിൽഡിംഗ് ഒക്കെ കാണേണ്ടതാണ്. അത് ശരിയാ. എല്ലാത്തിനും ഒരു വിന്റേജ് വൈബ്. ഏത് വൈബ്? പ്രാഗ് വൈബ്. താങ്കൾ എന്താണ് ഇതിനെ പറ്റി ഗൂഗിൾ ചെയ്ത് കണ്ടുപിടിച്ചത്? ഗൂഗിൾ ചെയ്യുന്ന ആള് ആക്ച്വലി ഞാൻ അല്ലാത്തത് കൊണ്ടും എനിക്ക് പ്രാഗിനെ കുറിച്ചിട്ട് വലിയ ഐഡിയ ഇല്ലാത്തത് കൊണ്ടും ആ ക്വസ്റ്റ്യൻ ഞാൻ കൈമാറിയിരിക്കുകയാണ്. ഇല്ല, ഞാൻ ഓൺ വോയിസ് ഇട്ടോളാം. ഞാൻ പറഞ്ഞിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. എന്റെ മൈക്കിലെ ചാർജ് തീർന്നു പോയി. നല്ലൊരു മൈക്ക് കമന്റ് ചെയ്തു. ആര് കമന്റ് ചെയ്യാൻ 10 വ്യൂസ്. ഇതിന്റെ ബിഹൈൻഡ് ദിസ് ഹെഡ് അവിടെ എന്തോ ഹിസ്റ്ററി ഒക്കെ ഉണ്ട്, പക്ഷെ നമുക്കറിയില്ല. ഓൺ വോയിസ് കാണാൻ നല്ല രസമുണ്ട്. This is called the rotating Franz Kafka head, designed by artist David Kearney. This art sculpture representing Kafka's head, which rotates and shifts in mesmerizing patterns. Kafka is a Czech novelist and a writer. ഇന്നലെ വരെ ഇവിടെ കുറെ മഞ്ഞുണ്ടായിരുന്നു. നല്ല തണുപ്പായിരുന്നു. നല്ല തണുപ്പായിരുന്നു. ഇന്ന് അതിന് പകരമായിട്ട് പൊരി വെയില്. പക്ഷെ നല്ല ഫോട്ടോസ് എടുക്കാൻ പറ്റുമായിരിക്കും. പക്ഷെ ഇന്ന് നമുക്ക് പോകേണ്ട സമയമായി. നമ്മുടെ ട്രിപ്പ് വൈൻഡപ്പ് ചെയ്യാറായി. എന്നോട് ചോദിച്ചില്ലല്ലേ ഈ എന്താ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്? നമ്മുടെ ട്രിപ്പിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട പാർട്ട് ഏതാണ്? എന്താന്ന് വെച്ചാല് നമ്മള് പ്രാഗ് കാസലിന്റെ മുമ്പിൽ ഒരു ഗാർഡ്സിനെ കണ്ടിട്ടില്ലേ? അത് ട്രൂ. കാസിൽ പോയത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാര്യം ഒരു റോയൽ വൈബ് ശരിക്കും അവർ കീപ്പ് ചെയ്യുന്നുണ്ട് ഇപ്പോഴും. അവിടെ റോയൽ ആ ഒരു ഇത് ഇപ്പോഴും ഫോളോ ചെയ്യുന്നുണ്ട്. ഇപ്പോഴും ഉണ്ടെന്ന് തോന്നുന്നു. അവിടെ ഫ്രണ്ടിൽ നിൽക്കുന്ന ആളുടെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ അവര് വേറെ ആരെങ്കിലും ഒക്കെ വന്നൊന്ന് സംസാരിക്കാൻ ചെന്നാലും അവർ അനങ്ങില്ല. അവരങ്ങനെ അനങ്ങാതെ ഇങ്ങനെ നിൽക്കും. ഞാൻ വിചാരിക്കും ഒരു ഡ്യൂട്ടി പോലെ. നമ്മളെ ബ്രദേഴ്സ് എല്ലായാലും പ്രവാസികൾ ലൈക്ക് കുറെ ആൾക്കാർ വർക്ക് ചെയ്ത് ജീവിതം അങ്ങനെ തീരുന്നു എന്ന് പറയലുണ്ട്. ഒരു എക്സ്പ്രഷനും ഇല്ല, ചിരിക്കാനും പാടില്ല, ഇങ്ങനെ മൂക്ക് ചൊറിയാൻ വരെ പറ്റില്ല, അനങ്ങാൻ പറ്റില്ല അവർക്ക്. അവരുടെ ലൈഫ് അവര് നിന്ന് തീർക്കുക. നമ്മളിങ്ങനെ മൂവീസിലൊക്കെ കണ്ടിട്ടുള്ളൂ. അത് റിയൽ ആയിട്ട് കണ്ടു കഴിഞ്ഞപ്പോ അതൊരു ഡിഫറെന്റ് ഇതായിരുന്നു. എല്ലാരും വന്ന് ഫോട്ടോസ് എടുക്കുന്നു. അവരിങ്ങനെ ഒരു പ്രതിമ പോലെ ഇങ്ങനെ. അവർക്ക് ഒരു ഗിൽറ്റ് ഉണ്ടാവില്ലേ ആ കാര്യം. അവർക്കൊരു കോമാളി വൈബ് എവിടെയെങ്കിലും. സോ ട്രിപ്പ് തുടങ്ങിയെടുത്ത് തന്നെ എൻ്റെ ആണെന്ന് വിചാരിച്ചു. ഇതാണ് ഡാൻസിങ് ഹൗസ്. ഇതൊരു ഫ്യൂച്ചറിസ്റ്റിക് ആർക്കിടെക്ചറിൽ ഉണ്ടാക്കിയ ഒരു ബിൽഡിംഗ് ആണ്. അല്ലല്ല, നീ പറഞ്ഞാ മതി. പറഞ്ഞോ? എന്റെ ബാക്കിലുള്ളത് ഡാൻസിങ് ബിൽഡിംഗ് പ്രാഗിൽ പറയുന്ന ഒരു ഡാൻസിങ് ബിൽഡിംഗ് അല്ല, ഡാൻസിങ് ഹൗസ്. ഇതിന് ആക്ച്വലി കർവിംഗ് പറഞ്ഞോ, കർവിംഗ് മോഡേൺ ഓഫീസ് ബ്ലോക്ക് എന്നാണ് പറയാ. ആർക്കിടെക്റ്റിന്റെ പേരെന്ത്? ഫ്രാങ്ക് ഗാരി.
പിന്നെ ടോപ്പ് ഫ്ലോറില് റെസ്റ്റോറന്റ് ആണ്. അത് അവിടെ ലൈക്ക് ഇതിപ്പോ ഭയങ്കര വെയിലാണ്, സോ കാണൂല. ആ ഒരു ഇത് ഓഫീസ് ഏരിയക്ക് വേണ്ടി അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. നമുക്ക് റെന്റ് ആയിട്ട് കൊടുക്കുന്നതാണ്. നമുക്ക് എന്തെങ്കിലും ഒരു ഓഫീസ് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ ഒരു സെറ്റപ്പ്. ഓ അങ്ങനെയാ. ഓ നൈസ്. നല്ലുണ്ട് അല്ലേ? ഈ ബിൽഡിംഗ്, ഈ ഓൾഡ് വിന്റേജ് ബിൽഡിംഗ് അല്ല ഇവരെങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്? മൈ ഗോഡ്, ഇത്രയും കാലം ഒരു മോഡേൺ ആണ്. അല്ല, ഇത് മോഡേൺ ആണ്. ഇത് ലുക്സ് ലൈക്ക് ഈ ഡാൻസിങ് ഹൗസ് മോഡേൺ ആണ്. ഞാൻ അല്ലാണ്ട് ഇത് നമ്മുടെ ബാക്കിലെല്ലാം ഉള്ളത് പഴക്കം ഉണ്ടാവും. അതുണ്ട്. അതിന്റെ ആ ഒരു സ്റ്റൈൽ ഓഫ് മേക്കിംഗ്, കൺസ്ട്രക്ഷൻ കണ്ടാൽ തന്നെ മനസ്സിലാവും അത് ഭയങ്കര ഓൾഡ് ആണെന്ന്. കൊറേ വിന്റേജ് ബിൽഡിങ്ങിന്റെ നടുക്ക് ഒരു മോഡേൺ ബിൽഡിംഗ്. ആർക്കിടെക്ചർ അയ്യോ. നമ്മൾ പ്രാഗിലെ മെയിൻ സ്റ്റേഷനിൽ ട്രെയിനിന് വെയിറ്റ് ചെയ്യുമ്പോൾ കണ്ട ഒരു കാഴ്ചയാണ് ഇത്. ലൈക്ക് യൂറോപ്പിലെ എല്ലാ ആർട്ടിസ്റ്റുകൾക്കും ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കും. കാരണം ഈ പിയാനോ ഓൾറെഡി അവിടെ ഉള്ളതാണ്, അവിടെ പോയിട്ട് ആൾക്കാർക്ക് വായിക്കാവുന്നതാണ്. തിരിച്ച് യാത്രയാവുകയാണ്. കൃഷ്ണപ്രിയ, താങ്കൾ ബുദ്ധിമുട്ടിയോ ട്രെയിനിന്റെ നമ്പറും പ്ലാറ്റ്ഫോം എല്ലാം കണ്ടുപിടിക്കാൻ? കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വരും. പക്ഷെ അത് കുഴപ്പമില്ല. അതൊരു സമാധാനം. അത് തന്നെ. നമ്മളത് കൺഫ്യൂസ്ഡ് ആയിപ്പോയി. പ്ലാറ്റ്ഫോം, ഇവിടെ കുറേ പ്ലാറ്റ്ഫോം ഉള്ളതുകൊണ്ട് ലാസ്റ്റ് 15 minutes പ്ലാറ്റ്ഫോം കാണിക്കുന്നു. സോ നമ്മൾ കുറച്ച് നേരത്തെ പ്ലാറ്റ്ഫോം അല്ല സ്റ്റേഷൻ എത്തിയോണ്ട് കുറച്ചധികം ബോറിംഗ് ആയിപ്പോയി. ജർമ്മനിയിൽ 6 ട്രിപ്പിന് വരുമ്പോൾ പ്ലാറ്റ്ഫോമിൽ കുറച്ച് നേരത്തെ എത്താൻ ശ്രമിക്കണം. ട്രെയിനിന്റെ പ്ലാറ്റ്ഫോം മാറാൻ ചാൻസ് ഉണ്ട്. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ ബൈ. അടുത്തൊരു നല്ല വീഡിയോയിലായിട്ട് കാണാം.